തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ വെറും 10 മിനിറ്റ് മതി കേട്ടോ ഈ ഒരു ജിലേബി ഉണ്ടാക്കാൻ. നമ്മുടെ മഹാരാഷ്ട്രൻ സ്റ്റൈൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ജിലേബിയാണ്. ഇവിടുത്തെ ജിലേബിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം ഒരല്പം ക്രിസ്പി ആയിരിക്കും, അതുപോലെ തന്നെ അകത്ത് നല്ല ജ്യൂസി ആയിരിക്കും കേട്ടോ. അപ്പം മിക്ക ആൾക്കാർക്കും ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ ആൾക്കാർ വിശേഷങ്ങൾക്കും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീടുകളിലെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ ഫംഗ്ഷനും സദ്യയോടൊപ്പം നമുക്ക് ഈ ഒരു ജിലേബി തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന പണി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം കേട്ടോ അത്. അപ്പോൾ അതിനായിട്ട് ഞാനിത് ആദ്യം തന്നെ ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ് പാനിയാക്കാൻ എടുക്കുന്നത്. അപ്പം പഞ്ചസാര പാനി നമുക്ക് ആദ്യം റെഡിയാക്കാം. 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് ഞാനൊരു 3/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേർപകുതി അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു 1.5 കപ്പ് പഞ്ചസാര പാനി നമുക്ക് അത്യാവശ്യമായിട്ട് തന്നെ വരും. 1 കപ്പ് മൈദക്കുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ഇതേ അതിനകത്ത് ഞാൻ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സാഫ്രോണാണ്, നമ്മുടെ കുങ്കുമപ്പൂവാണ്. അത് നിർബന്ധമൊന്നുമില്ല, ഞാൻ ഉള്ളത് കൊണ്ട് ചേർത്തൊന്ന് മാത്രം. ഇനിയിപ്പോൾ ഒരല്പം നാരങ്ങനീര് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. കുരു ഞാൻ എടുത്ത് കളയും കേട്ടോ. പിന്നെ നമുക്ക് കളറിന്, ജിലേബിക്ക് ആവശ്യത്തിന് കളറിന് വേണ്ടിയിട്ട് ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റെഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വീഡിയോയിൽ അത്യാവശ്യം കളർ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നോർമലി ഞാൻ വീട്ടിലുണ്ടാക്കുന്ന, ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതിനൊന്നും ഞാൻ കളർ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതേതായാലും വീഡിയോ ഒക്കെ ഒരല്പം കാണാനുള്ള ഭംഗിക്കും കൂടി വേണ്ടിയിട്ടാണ് റെഡ് കളർ അല്ലെങ്കിൽ ഓറഞ്ച് കളർ ആണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സോറി, ഞാൻ ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, റെഡ് അല്ല കേട്ടോ. ഓറഞ്ച് കളർ മിക്ക കടകളിൽ ഇത് ഓറഞ്ച് കളറിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഞാനിതേ അതിനകത്തൊരു 4 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ നിന്ന് സിറപ്പായി വരുന്ന സമയം കൊണ്ട് നമുക്കിതേ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ ഇതേ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ മാവ് പൊങ്ങാനൊന്നും വെക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതേ ഈനോ ആണ് കേട്ടോ, മാവ് ഫെർമെൻ്റ് ആവാൻ വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈനോ ആണ്. ഇതൊരു ഫ്രൂട്ട് സോൾട്ടാണ്, നമ്മൾ ബേക്കിംഗ് സോഡക്കൊക്കെ പകരം ഉപയോഗിക്കുന്നതാണ്. ശരീരത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ ഇത്. അപ്പോൾ അതൊരു സാഷ ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1 കപ്പിന് 1 സാഷ ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ആ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, പൊടിയാണ് കേട്ടോ അത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് ബാറ്ററിൻ്റെ ഇത് കാണിച്ച് തരാം. നമ്മളൊരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ തന്നെ ആയിരിക്കണം. നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അളവിലാണ്, ഇങ്ങനെയാണ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു പാകത്തിന് ഞാനിത് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം, ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ബാറ്റർ കലക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചസാര സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അതും ഒരുപാട് അങ്ങ് കുറുകാനൊന്നും വെക്കണ്ട. ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ഒട്ടൽ സ്റ്റിക്കിനെസ് മാത്രം മതി. ഒരു നൂൽ പരുവം ഒന്നും ആവണ്ട, ജസ്റ്റ് ഒരു സ്റ്റിക്കിനെസ് മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സിറപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് സിറപ്പ് അങ്ങോട്ട് മാറ്റി വെച്ച് നമ്മുടെ ജിലേബി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് വെളിച്ചെണ്ണയല്ല ചേർക്കുന്നത്, വെളിച്ചെണ്ണയിലല്ല. അപ്പം നമ്മുടെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ നമുക്ക് ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ അതുകൊണ്ട് മണമില്ലാത്ത ഏതെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കവറ് സാധാരണ പ്ലാസ്റ്റിക് കവറിനകത്താക്കാം. ഞാനിപ്പോൾ ഒരു കേക്കിൻ്റെ പൈപ്പിംഗ് ബാഗിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ല സോസിൻ്റെ ബോട്ടിലൊക്കെ കിട്ടുന്നവർ അതിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ബാറ്ററി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്കിനി ഇതാ എണ്ണയിലേക്ക് ചുറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചുറ്റുന്നതൊക്കെ നിങ്ങളുടെ കഴിവിനനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ അത്യാവശ്യം എനിക്ക് പറ്റുന്ന പാകത്തിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഷേപ്പൊന്നും ഉണ്ടാവാറില്ല എന്നുള്ളത് തന്നെയാണ്, ജസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നു മാത്രം. അപ്പോൾ ഇത് നമുക്കിത് പെട്ടെന്ന് അങ്ങ് ചുറ്റിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് നേരം വേവേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കിത് 2 മിനിറ്റ് 2 ഭാഗവും ഇട്ട് വേവിച്ച് എടുത്താൽ മതി. അപ്പം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുള്ളവർ മാത്രം കുറച്ച് കളർ മാറുന്നവർ വെക്കാം. അത്യാവശ്യം ചെറിയൊരു ക്രിസ്പിനെസ്സാണ് എനിക്കിഷ്ടം. ചെറിയൊരു ക്രിസ്പിനെസ്സും അകത്ത് നല്ല ജ്യൂസി, അതാണ് എനിക്കിഷ്ടം. നല്ല ക്രിസ്പിനെസ് വേണ്ടുന്നവർ നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ 2 ഭാഗവും ജസ്റ്റ് നന്നായിട്ടൊന്ന് വേകുമ്പോഴേക്കും തന്നെ ചെറിയൊരു ക്രിസ്പിനെസ് വരും. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. ഒരുപാട് നേരം അങ്ങ് വെക്കുന്നില്ല. ഞാൻ എൻ്റെ പാകത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്, ബ്രൗൺ ആവാൻ നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ 2 ഭാഗവും ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്കിതുപോലെ കോരിയെടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സിറപ്പിലങ്ങ് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് നേരം ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 2 മിനിറ്റ് അടുത്തത് നമ്മളൊന്ന് എണ്ണയിലൊന്ന് അടുത്ത ബാറ്ററി പിഴിയുന്ന സമയത്ത് അത്രയും മാത്രം വെച്ച് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് ഡിപ്പ് ചെയ്ത് അവിടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടുത്തത് പിഴിഞ്ഞു കൊടുക്കാം. അടുത്തത് പിഴിഞ്ഞു കൊടുത്ത് അതാവുന്നതിന് മുമ്പ് തന്നെ ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്കിത് നമ്മുടെ എല്ലാ ജിലേബി ഇങ്ങനെ ചുട്ടെടുക്കാം. ഇതുപോലെ എടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ ചൂട് സിറപ്പിലിട്ട് കൊടുക്കാം. അടുത്തത് ഒഴിക്കുന്ന ആ ഒരു 5 മിനിറ്റ് നേരം മാത്രം വെച്ച് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ഡിപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് അപ്പം തന്നെ ഒരു 5 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ജിലേബി എല്ലാം ഞാനിങ്ങനെ ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ റൗണ്ടൊക്കെ അത്യാവശ്യം നിങ്ങളുടെ ഇതിനനുസരിച്ച് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് പോർഷന് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ജിലേബിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എത്ര പെട്ടെന്ന് വെറും 10 മിനിറ്റ് പോലെ നമുക്ക് ആ ഷുഗർ സിറപ്പ് ആവുന്ന സമയം മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ ജിലേബി നോക്കൂ റെഡി ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇതേ ക്രിസ്പിനെസ്, പുറത്തൊരൽപ്പം ക്രിസ്പിനെസ്സും അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള, അപ്പോൾ ഞാൻ പൊട്ടിച്ച് കാണിക്കുന്നുണ്ടേ. അപ്പോൾ ഇതേ നമ്മുടെ ജിലേബി റെഡി ആയിട്ടുണ്ട്. പുറത്തൊരൽപ്പം ക്രിസ്പിനെസ്സും അകത്ത് നിറയെ ജ്യൂസ്, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതെ, നന്നായിട്ട് ജ്യൂസ് നിറഞ്ഞിട്ട് തന്നെ ഉണ്ട് കേട്ടോ അകത്ത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഫേവറേറ്റ് സ്വീറ്റാണെന്ന് തന്നെ പറയാം കേട്ടോ. ഇതെല്ലാം മിക്ക വീടുകളിലും എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജിലേബി, അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ജിലേബി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ജിലേബിയുടെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒരു ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.